STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൊലപാതക പരമ്പര വീണ്ടും. മഴുവഞ്ചേരിയിൽ ഭാര്യയെയും മക്കളെയും വധിച്ച് ഗൃഹനാഥൻ ജീവനൊടുക്കി. പ്രസിദ്ധമായ അരുവായി ശ്രീ ചെറുവലപുത്ര ഭഗവതി ക്ഷേത്രത്തിലെ പൂരം വേല മഹോത്സവങ്ങൾ ഫെബ്രുവരി 26 ഞായർ 27 തിങ്കൾ ദിവസങ്ങളിൽ ആഘോഷിക്കുന്നു. അരുവായി പൂരത്തിനോടനുബന്ധിച്ചുള്ള നടപ്പറ ഭക്തിസാന്ദ്രം. CPI നേതാവ് C. ഉണ്ണിരാജയുടെ ജന്മശതാബ്ദി സമ്മേളനം CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ കുന്നംകുളത്ത് ഉദ്ഘാടനം ചെയ്തു. കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ LSS USS സ്കോളർഷിപ്പ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി അറിവരങ്ങ് 2017 എന്ന പേരിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായ കുറുമ്പൂർ അപ്പുക്കുട്ടൻ സ്മാരക അവാർഡ് TD രാമകൃഷ്ണന് നൽകുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP യുവമോർച്ച പ്രവർത്തകർ കുന്നംകുളം ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് കുറുക്കൻപാറയിൽ നിർമ്മിച്ച വിമുക്ത പടഭവന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 26 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. കൊലപാതക പരമ്പര വീണ്ടും. മഴുവഞ്ചേരിയിൽ ഭാര്യയെയും മക്കളെയും വധിച്ച് ഗൃഹനാഥൻ ജീവനൊടുക്കി. മഴുവഞ്ചേരി ഗ്രാമത്തെ നടുക്കിയ കൂട്ടക്കൊലപാതകത്തിന്റെ കാരണമറിയാതെ പകച്ചു നിൽക്കുകയാണ് ഗ്രാമനിവാസികൾ. ദൂരെ എവിടെയോ നടന്നു കേൾക്കാറുള്ള ദുരന്ത സംഭവം സ്വന്തം ഗ്രാമത്തിൽ അരങ്ങേറിയത് വിശ്വസിക്കാനാകാതെയാണ് ഇന്ന് മുഴുവൻ മഴുവഞ്ചേരി മത്തനങ്ങാടി ഗ്രാമം കടന്നുപോയത്. മഴുവഞ്ചേരി ഗ്രാമത്തിന്റെ പ്രധാന ഉത്സവമായ പെരുവൻമലയിലെ ശിവരാത്രി ആഘോഷങ്ങളിൽ ഗ്രാമം മുഴുകിയിരിക്കുമ്പോൾ രാത്രി 9-നാണ് ദുരന്ത വാർത്ത ഗ്രാമത്തെ നിശ്ചലമാക്കിയത്. അപ്പോഴേക്കും പെരുവൻമലയിലെ ശിവരാത്രി ആഘോഷങ്ങൾ അവസാനിച്ചിരുന്നു. ആദ്യം ഒരു കുടുംബം വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തുവെന്നാണ് പ്രചരിച്ചത്. പിന്നീട് രാത്രി 10:30-നാണ് ഭാര്യയെയും കുട്ടികളെയും കഴുത്തറത്ത് മൃഗീയമായി കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് വിഷം കഴിച്ചു മരിച്ചതായുള്ള സ്ഥിരീകരണം പുറത്തുവന്നത്. കുന്നംകുളം SI TP ഫർഷാദ് സംഭവസ്ഥലത്ത് എത്തിയ ശേഷം നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് സംഭവം കൂട്ടക്കൊലയാണെന്ന് വ്യക്തമായത്. പിന്നീട് വീട്ടിലേക്ക് ജനപ്രവാഹമായിരുന്നു. DYSP P. വിശ്വംഭരൻ, CI രാജേഷ് K. മേനോൻ എന്നിവരടക്കമുള്ളവരും രാത്രി സ്ഥലത്തെത്തി. കൂട്ടക്കൊലപാതക വാർത്ത പരന്നതോടെ മഴുവഞ്ചേരി ഗ്രാമം മുഴുവൻ ദുഃഖത്തിലായി. എന്തിനാണ് ഈ കൊടുക്രൂരത ചെയ്തതെന്ന് പരസ്പരം ചോദിച്ച് ഉത്തരം കിട്ടാതെ ജനങ്ങൾ പകച്ചുനിന്നു. ഗ്രാമത്തിലെ പലരും ജോലിക്ക് പോകാതെ സംഭവം നടന്ന വീടിന് ചുറ്റും തടിച്ചുകൂടി. ഇന്ന് രാവിലെ 8:30-ന് CI രാജേഷ് K. മേനോന്റെ നേതൃത്വത്തിൽ 4 SI-മാരാണ് മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റ് നടത്തിയത്. ഗൃഹനാഥനായ ജോണി ജോസഫ് ഭാര്യയ്ക്കും 3 മക്കൾക്കും വിഷം കൊടുത്ത് മയക്കി കിടത്തിയ ശേഷം കത്തികൊണ്ടാണ് ഭാര്യ സോമ, മക്കളായ ആഷ്ലി, ആൻസൺ, അനു മരിയ എന്നിവരെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. 2 മുറികളിലെ കട്ടിലുകളിലാണ് മൃതദേഹങ്ങൾ കിടന്നിരുന്നത്. ജോണി ജോസഫിന്റെ മൃതദേഹം കട്ടിലിനോട് ചേർന്ന് തറയിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു. നെല്ലിന്റെ ചാഴിക്ക് തെളിക്കാൻ ഉപയോഗിക്കുന്ന റോഗർ എന്ന വിഷവും നിരോധിച്ച കരോട്ടെ എന്ന വിഷവുമാണ് കുടുംബം കഴിച്ചിട്ടുള്ളത്. ഇതിന്റെ 2 കുപ്പികളും കഴുത്തറക്കാൻ ഉപയോഗിച്ച കത്തിയും ഡൈനിങ് ടേബിളിന് മുകളിൽ നിന്ന് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കുടുംബം കൂട്ടത്തോടെ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായി ഭക്ഷണത്തിലൂടെയോ ശീതളപാനീയത്തിലൂടെയോ വിഷം നൽകിയ ശേഷം ആരും രക്ഷപ്പെടാൻ പാടില്ലെന്ന തോന്നലിൽ പിന്നീട് ജോണി ജോസഫ് മറ്റുള്ളവരുടെ കഴുത്തറത്ത് മരണം ഉറപ്പുവരുത്തിയതിനു ശേഷം സ്വയം വിഷം കഴിച്ച് മരിച്ചതാകാമെന്നും കരുതുന്നുണ്ട്. മൃതദേഹ പരിശോധനയിൽ വീട്ടിൽ നിന്നും ആത്മഹത്യാ കുറിപ്പൊന്നും പോലീസിനെ പ്രാഥമിക പരിശോധനയിൽ ലഭിച്ചിട്ടില്ല. വിഷം ഭാര്യയ്ക്കും കുട്ടികൾക്കും നൽകിയ രീതിയെക്കുറിച്ചും വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടില്ല. CIയുടെ നേതൃത്വത്തിൽ നടത്തിയ ഇൻക്വസ്റ്റ് ഉച്ചയ്ക്ക് അവസാനിച്ചു. നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിലാണ് ഇൻക്വസ്റ്റ് നടപടികൾ പോലീസ് പൂർത്തീകരിച്ചത്. ജോണി ജോസഫിന്റെയും ഭാര്യ സോമയുടെയും ബന്ധുക്കൾ വീട്ടിലെത്തിയിരുന്നു.
ഇൻക്വസ്റ്റിന് ശേഷം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ കുന്നംകുളം റോയൽ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിക്കും. നാളെ ഉച്ചതിരിഞ്ഞ് 4-ന് മൃതദേഹങ്ങൾ എരനല്ലൂർ പള്ളി സെമിത്തേരിയിൽ സംസ്കരിക്കും. പ്രസിദ്ധമായ അരുവായി ശ്രീ ചെറുവരമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം വേല മഹോത്സവങ്ങൾ ഫെബ്രുവരി 26 ഞായർ 27 തിങ്കൾ ദിവസങ്ങളിൽ ആഘോഷിക്കുന്നു. പ്രസിദ്ധമായ അരുവായി ശ്രീ ചെറുവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം വേല മഹോത്സവങ്ങൾക്ക് നാളെ തുടക്കമാവും. ഫെബ്രുവരി 26 ഞായർ 27 തിങ്കൾ ദിവസങ്ങളിലാണ് യഥാക്രമം പൂരം വേല എന്നിവ ആഘോഷിക്കുന്നത്. പൂര ദിവസമായ 26-ാം തീയതി ഞായറാഴ്ച രാവിലെ 5 മണിക്ക് നട തുറക്കൽ, നിർമ്മാല്യ ദർശനം, അഭിഷേകം, തുടർന്ന് ഗണപതി ഹോമം, ഉഷപൂജ, ഉച്ചപൂജ, നടപ്പറ എന്നിവയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് 1 മണിക്ക് പുറത്തേക്ക് എഴുന്നള്ളിപ്പും നടപ്പുര മേളവും നടക്കും. തുടർന്ന് 46ഓളം പ്രാദേശിക പൂരാഘോഷ കമ്മിറ്റികളുടെ പൂരത്തിന് തുടക്കമാവും. 5 മണിക്ക് പ്രാദേശിക കമ്മിറ്റികൾ ക്ഷേത്രത്തിലെത്തിയതിനു ശേഷം 5:30-ന് കൂട്ടി എഴുന്നള്ളിപ്പ് നടക്കും. സന്ധ്യയ്ക്ക് 6:30-ന് ദീപാരാധന, കേളി, 8 മണിക്ക് പയ്യഴിപ്പറ എന്നിവയും ഉണ്ടാകും. രാത്രി 1 മണിക്ക് താലപ്പൊലിയോടുകൂടി പുറത്തേക്ക് എഴുന്നള്ളിപ്പ് നടക്കും. പൂര ദിവസം ശ്രീലകത്ത് സമ്പൂർണ്ണ നെയ്വിളക്കുണ്ടാകും. ഫെബ്രുവരി 27 തിങ്കളാഴ്ച പുലർച്ചെ 5-ന് കൂട്ടി എഴുന്നള്ളിപ്പ്, 5:30-ന് ഗണപതി ഹോമം, 6 മണിക്ക് ഉഷപൂജ, മറ്റു ചടങ്ങുകൾ എന്നിവ ഉണ്ടായിരിക്കും. ഉച്ചയ്ക്ക് 1 മണി മുതൽ പ്രാദേശിക കമ്മിറ്റികളിൽ കാവടിയോടെ വേലകൾ ആരംഭിക്കും. 4:30-ന് കാവടികൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. 6:30-ന് ദീപാരാധന, നിറമാല, രാത്രി 10-ന് വടക്കൻ വാതിലിൽ ഗുരുതി എന്നിവയോടെ ചടങ്ങുകൾ സമാപിക്കും. ചടങ്ങുകൾ ഭംഗിയായി നടത്താൻ എല്ലാവരും സഹകരിക്കണമെന്ന് ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് ശ്രീ എ ഉണ്ണിമോൻ, ക്ഷേത്രം ഊരാളൻ പയ്യഴി രാമചന്ദ്രൻ ഉണ്ണി എന്നിവർ നൈസ് ടിവിയോട് പറഞ്ഞു. നാളെ അതിഗംഭീരമായി നടക്കുകയാണ്. ഈ വർഷത്തെ പൂരമഹോത്സവത്തിന് മാറ്റുകൂട്ടുന്നതിന് വേണ്ടി 70ഓളം പ്രാദേശിക കമ്മിറ്റികളാണ് ഈ ഉത്സവത്തിലെ പങ്കാളികളാകുന്നത്. എല്ലാ ഉത്സവപ്രേമികളെയും എല്ലാ നാട്ടിലെയും ക്ഷേത്ര ഭരണസമിതി ഈ വർഷം വളരെ പ്രശസ്തരും പ്രഗത്ഭരുമായിട്ടുള്ള ഗജവീരന്മാരാണ് ഈ വർഷവും അണിനിരക്കുന്നത്. അത് 60-പരം ഗജവീരന്മാരെ അണിനിരത്തിക്കൊണ്ടുള്ള എഴുന്നള്ളിപ്പിന് വെള്ളത്തിരിച്ചി ഉണ്ണിനായരുടെ നേതൃത്വത്തിലാണ് ഈ പണിമേളവും. അതിനു മുന്നേ ഉച്ചയ്ക്ക് ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന ചടങ്ങ് വളരെ ഭക്തിസാന്ദ്രമായ രീതിയിൽ നടപ്പുര മേളം എന്ന രീതിയിലാണ് നമ്മളിവിടെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. വർഷങ്ങളായി നടന്നിരുന്ന ഒരു രീതിയാണ്. ആ നടപ്പുര മേളം ഉച്ചയ്ക്ക് 1:30 മണിക്ക് തന്നെ ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ചുകൊണ്ട് 100ഓളം കലാകാരന്മാർ പങ്കെടുക്കുന്ന ഒരു മേളമായിട്ട് അതിനെ മാറ്റുകൂട്ടുന്നതിന് വേണ്ടിയാണ് ഈ 70ഓളം പ്രാദേശിക കമ്മിറ്റികൾ. അതുപോലെ തന്നെ തിങ്കളാഴ്ച ഒട്ടനവധി വേല മഹോത്സവം കമ്മിറ്റികളും പങ്കെടുക്കുന്നുണ്ട്. എല്ലാവർക്കും അരുവായി പൂരത്തിനോടനുബന്ധിച്ചുള്ള നടപ്പറ ഭക്തിസാന്ദ്രം. അരുവായി പൂരത്തോടനുബന്ധിച്ച് നടപ്പറ ഭക്ത്യാദരപൂർവ്വം നടന്നു. ഇന്ന് വൈകിട്ട് 5 മണിക്ക് അരുവായി ശ്രീ ചെറുവരമ്പത്തുകാവിലാണ് നടപ്പറ വെച്ചത്. ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളായ പ്രസിഡന്റ് ശ്രീ എ ഉണ്ണിമോൻ, സെക്രട്ടറി KG ഗിരീഷ്, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. നിരവധി ഭക്തജനങ്ങളും നടപ്പറ വെപ്പിൽ പങ്കെടുത്തിരുന്നു. CPI നേതാവ് സി ഉണ്ണിരാജയുടെ ജന്മശതാബ്ദി സമ്മേളനം CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ കുന്നംകുളത്ത് ഉദ്ഘാടനം ചെയ്തു. CPI നേതാവ് സി ഉണ്ണിരാജയുടെ ജന്മശതാബ്ദി സമ്മേളനം കുന്നംകുളം വ്യാപാര ഭവനിൽ വെച്ച് നടന്നു. ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലെ തന്നെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു സി ഉണ്ണിരാജ. കുന്നംകുളത്തിനടുത്ത് ചിറ്റഞ്ഞൂരിലെ കോവിലകത്താണ് ഇദ്ദേഹം ജനിച്ചത്.
ജീവിതം മുഴുവൻ പാർട്ടിക്കും രാജ്യത്തിനും വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു ഇദ്ദേഹം. ജന്മശതാബ്ദിയോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം കൃഷിമന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. EM സതീശൻ അധ്യക്ഷനായിരുന്നു. ആലങ്കോട് ലീലാകൃഷ്ണൻ, റഫീഖ് അഹമ്മദ്, BK ഹരിനാരായണൻ, TD രാമകൃഷ്ണൻ, P ബാലചന്ദ്രൻ, പ്രേംരാജ് ചൂണ്ടല, VS സരോജിനി ടീച്ചർ എന്നിവർ സംസാരിച്ചു. പങ്കെടുത്ത ഏറ്റവും ചെറുപ്പക്കാരനായ പ്രതിനിധിയായി ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്ന സഖാവ് C. ഉണ്ണിരാജ, അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി ആഘോഷ പരിപാടി അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ വെച്ച് വിപുലമായ പരിപാടികളോടുകൂടി നടത്തുകയാണ്. ഈ ആഘോഷ പരിപാടികളുടെ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കുകയാണ്. നേരത്തെ നമ്മുടെ നേതാക്കന്മാരെല്ലാം വളരെ വിശദമായി തന്നെ സംസാരിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ജന്മശതാബ്ദി സമ്മേളനം ഉച്ചതിരിഞ്ഞ് 4:30 CPI സംസ്ഥാന സെക്രട്ടറി ശ്രീ കാനം രാജേന്ദ്രൻ നിർവഹിച്ചു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മന്ത്രി AC മൊയ്തീൻ മുഖ്യാതിഥിയായിരുന്നു. CN ജയദേവൻ MP, KP രാജേന്ദ്രൻ, KK രാജൻ MLA, NK സുബ്രഹ്മണ്യൻ, KT ഷാജൻ മാസ്റ്റർ, CL സൈമൺ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാന കൗൺസിൽ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ ഈ അവസരത്തിൽ അർപ്പിക്കുന്നു. നമ്മുടെ പ്രസ്ഥാനത്തെ നയിച്ച ധീരരായ നേതാക്കന്മാരിൽ മുൻനിരയിലുള്ള ആളാണ് സഖാവ് C. ഉണ്ണിരാജ. ഉണ്ണിരാജ അടങ്ങുന്ന ആ തലമുറ ദേശീയ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യമുള്ള തലമുറയാണ്. ആ തലമുറ നമ്മളെ വിട്ടുപിരിഞ്ഞുകൊണ്ട് ഇരിക്കുന്ന സന്ദർഭമാണ് ഇത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജ ഏജൻസീസ് കുന്നംകുളം, ഞങ്ങളുടെ സഹോദര സ്ഥാപനം കവിത ബുക്ക് ഇൻഡസ്ട്രീസ് കാഞ്ഞിരമുക്ക്. 4C കളക്ഷൻസ് നിയർ MAB സൂപ്പർ മാർക്കറ്റ്, പഴഞ്ഞി റോഡ്, ജെറുസലേം. വസ്ത്രങ്ങൾ ഇനി നിങ്ങൾക്കും ഹോൾസെയിൽ വിലയിൽ. മാറിവരുന്ന ഫാഷൻ സങ്കല്പങ്ങൾക്ക് യാഥാർത്ഥ്യമേകുവാൻ, യഥാർത്ഥ വിലക്കുറവിൽ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ആധുനിക രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നു. ചുരിദാറുകൾ, ചുരിദാർ മെറ്റീരിയലുകൾ, സാരികൾ, പർദ്ദകൾ, ടോപ്പുകൾ, ട്രെൻഡ് വെയറുകൾ തുടങ്ങി സ്ത്രീകൾക്കാവശ്യമായ ഏറ്റവും പുതിയ ഫാഷൻ വസ്ത്രങ്ങൾ, കിഡ്സ് ആൻഡ് ന്യൂ ബോൺ, ബേബി കളക്ഷനുകൾ, ഫാൻസി ഫുട്വെയർ ആൻഡ് ബാഗുകൾ, കൂടാതെ ഇഷ്ടാനുസരണം വസ്ത്രങ്ങൾ ഒരുക്കിയെടുക്കുവാൻ ലേഡീസ് ആൻഡ് ജെന്റ്സ് സ്റ്റിച്ചിങ് സൗകര്യവും. 4C കളക്ഷൻസ് നിയർ MAB സൂപ്പർ മാർക്കറ്റ്, പഴഞ്ഞി റോഡ്, ജെറുസലേം. വാർത്തകൾ തുടരുന്നു. കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ LSS USS സ്കോളർഷിപ്പ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി അറിവറിഞ്ഞ് 2017 എന്ന പേരിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. LSS USS സ്കോളർഷിപ്പിന് തയ്യാറെടുക്കുന്ന കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്കായി
ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പഴഞ്ഞി ഒരുക്കിയ പരിശീലന ക്ലാസിന്റെ സമാപനത്തോടൊപ്പം ഇന്ന് രാവിലെ 10 മണിക്ക് അറിവരങ്ങ് എന്ന പരിപാടിയും സംഘടിപ്പിച്ചു. പഠനം കളിയിലൂടെ എന്ന രീതിശാസ്ത്രത്തിലൂടെ ഈസി ഇംഗ്ലീഷ്, ഗണിതം മധുരം, ശാസ്ത്ര കൗതുകം, കളിക്കാം പഠിക്കാം, അമ്മ മലയാളം, സിനിമാ ജാലകം എന്നീ വിഭാഗങ്ങളിലായി ഒരുക്കിയ അറിവരങ്ങ് വിദ്യാർത്ഥികൾക്ക് ഏറെ വിനോദവും വിജ്ഞാനവുമേകി. ചടങ്ങ് കാട്ടകാമ്പൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK സദാനന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കാട്ടകാമ്പൽ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PG അർജുനൻ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് ഷിബു അന്തിക്കാട് സ്വാഗതവും സ്കൂൾ ഹെഡ് മാസ്റ്റർ സുരേഷ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു. നടക്കാൻ പോകുന്ന LSS USS സ്കോളർഷിപ്പിന്റെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് പഴഞ്ഞി ഹൈസ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ഈ പഞ്ചായത്തിലെ വിവിധ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന 4ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും കുട്ടികൾക്ക് വേണ്ടി ഒരു പ്രത്യേക കോച്ചിങ് ക്യാമ്പാണ് ഈ വിദ്യാലയത്തിലെ അധ്യാപകരും രക്ഷാകർത്താക്കളും കൂടി ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായ കുറുമ്പൂർ അപ്പുക്കുട്ടൻ സ്മാരക അവാർഡ് TD രാമകൃഷ്ണന് നൽകുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. പോർക്കുളത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ ത്യാഗനിർഭരമായ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ കുറുമ്പൂർ അപ്പുക്കുട്ടന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ അവാർഡ് TD രാമകൃഷ്ണനെ സമ്മാനിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ MN സത്യൻ, അഡ്വക്കേറ്റ് VD പ്രേംപ്രസാദ് എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 ലിവ ടവറിൽ നടക്കുന്ന അവാർഡ് സമർപ്പണ സമ്മേളനം PK ബിജു MP ഉദ്ഘാടനം ചെയ്യും. വൈശാഖൻ പുരസ്കാര സമർപ്പണവും സുനിൽ P ഇളയടം സ്മാരക പ്രഭാഷണവും നടത്തും. സ്മാരക സമിതിയിലെ ഈ വർഷത്തെ പ്രശസ്ത സാഹിത്യകാരനുള്ള അവാർഡ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP യുവമോർച്ച പ്രവർത്തകർ കുന്നംകുളം ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. ഗവൺമെന്റ് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റ് ഉടൻ പ്രവർത്തിപ്പിക്കണമെന്നും മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തണമെന്നും ആവശ്യപ്പെട്ട് BJP യുവമോർച്ച പ്രവർത്തകർ ആശുപത്രി സൂപ്രണ്ട് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് കുറുക്കൻപാറയിൽ നിർമ്മിച്ച വിമുക്ത ഭവന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 26 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് ചൊവ്വന്നൂർ ബ്ലോക്ക് കമ്മിറ്റി കുറക്കൻപാറയിൽ സ്വന്തമായി നിർമ്മിച്ച വിമുക്ത ഭവൻ നാളെ രാവിലെ 10 സംസ്ഥാന പ്രസിഡന്റ് ബ്രിഗേഡിയർ G ആനന്ദക്കുട്ടൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികളായ P മോഹൻദാസ്, K സോമസുന്ദരൻ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. അതിന്റെ കീഴിൽ ഇവിടെ ഓരോ ഡിസ്ട്രിക്റ്റിലും നമ്മുടെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഒരു അതിന്റെ ഡിസ്ട്രിക്ട് സംഘടനയാണ്. അതിന് പറയുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്ട്, നമ്മുടെ തൃശ്ശൂർ ഡിസ്ട്രിക്ട് എക്സ് സർവീസസ് ലീഗ് ഉണ്ട്. അതിന്റെ കീഴിൽ പല ബ്ലോക്കുകളായിട്ട്, പല പഞ്ചായത്തിലും പല സ്ഥലത്തായിട്ട് ബ്ലോക്ക് കമ്മിറ്റികളുണ്ട്. ഇവിടെ ഈ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിന് കീഴിൽ 8 ബ്ലോക്ക് കമ്മിറ്റികളുണ്ട്. അതിലൊരു ബ്ലോക്ക് കമ്മിറ്റിയാണ് കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ചൊവ്വന്നൂർ ബ്ലോക്ക് കമ്മിറ്റി. ആ കമ്മിറ്റി ഇവിടെ കുന്നംകുളം ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നു. അതിൽ ഏതാണ്ടൊരു ഞങ്ങളുടെ എക്സ് സർവീസസ് ലീഗിന്റെ സമൂഹം, ഈ വിമുക്ത സമൂഹം എന്ന് പറയുന്ന ഏകദേശം 1000 വീടുകളുണ്ട്. അതിൽ ആർമിയിൽ നിന്ന് റിട്ടയർ ആയവര്, നേവിയിൽ നിന്ന് റിട്ടയർ ആയവര്, എയർഫോഴ്സിൽ നിന്ന് റിട്ടയർ ആയവര്, ഇതിലെല്ലാവരുടെയും സമൂഹമാണ്, ഒരു കൂട്ടായ്മയാണ്. വിപണി അടയ്ക്ക പഴയത് 4300 രൂപ മുതൽ 4950 രൂപ വരെ, പുതിയത് 4100 രൂപ മുതൽ 4425 രൂപ വരെ, രണ്ടാം തരം 2650 രൂപ മുതൽ 3100 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
കൊലപാതക പരമ്പര വീണ്ടും. മഴുവഞ്ചേരിയിൽ ഭാര്യയെയും മക്കളെയും വധിച്ച് ഗൃഹനാഥൻ ജീവനൊടുക്കി. പ്രസിദ്ധമായ ആലുവായി ശ്രീ ചെറുവലമ്പത്തുവ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം വേല മഹോത്സവങ്ങൾ ഫെബ്രുവരി 26 ഞായർ 27 തിങ്കൾ ദിവസങ്ങളിൽ ആഘോഷിക്കുന്നു. ആലുവായി പൂരത്തിനോടനുബന്ധിച്ചുള്ള നടപ്പറ ഭക്തിസാന്ദ്രം. CPI നേതാവ് സി ഉണ്ണിരാജയുടെ ജന്മശതാബ്ദി സമ്മേളനം CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ കുന്നംകുളത്ത് ഉദ്ഘാടനം ചെയ്തു. കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ LSS USS സ്കോളർഷിപ്പ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി അറിവറിഞ്ഞ് 2017 എന്ന പേരിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായ കുറുമ്പൂർ അപ്പുക്കുട്ടൻ സ്മാരക അവാർഡ് TD രാമകൃഷ്ണന് നൽകുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP യുവമോർച്ച പ്രവർത്തകർ കുന്നംകുളം ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് കുറുക്കൻപാറയിൽ നിർമ്മിച്ച വിമുക്ത ഭവന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 26 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.